തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മുന്നേറ്റം തുടരാൻ കേരള കോൺഗ്രസ്. ജോസ് കെ മാണി വിഭാഗത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി പ്രഹരമേറ്റാൻ അണികളിൽ നല്ലൊരു വിഭാഗവും മറുപക്ഷത്തേക്ക് നീങ്ങും. നിയുക്ത MP ഫ്രാൻസിസ് ജോർജിന് എറണാകുളത്ത് നൽകിയ സ്വീകരണത്തിൽ PC തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. 15 വർഷത്തിന് ശേഷമായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് പാർലമെന്റിൽ പ്രാതിനിധ്യം ലഭിച്ചത്. ഇപ്പോൾ ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസിന് PJ ജോസഫ് നേതൃത്വം നൽകുമ്പോഴും കോട്ടയത്തെ വിജയം പാർട്ടിക്കും PJ ജോസഫിനും ചില കണക്ക് തീർക്കലുകൾ കൂടിയായിരുന്നു. ഫ്രാൻസിസ് ജോർജിലൂടെ വിജയം ആവർത്തിക്കുമ്പോൾ ജോസ് കെ മാണിയെ നിഷ്പ്രഭനാക്കിയതിന്റെ അത്യാഘാതമാണ് കേരള കോൺഗ്രസ് നേതാക്കൾക്ക്. LDF ഭരണവിരുദ്ധ വികാരത്തിൽ UDFിനുണ്ടായ രാഷ്ട്രീയ വിജയത്തിനപ്പുറം കേരള കോൺഗ്രസിന്റെ കരുത്താണ് തെളിഞ്ഞതെന്ന അവകാശവാദം ആവർത്തിക്കുകയാണ് നേതാക്കൾ. ഇടതുപാളയത്തിൽ പോയ ജോസ് കെ മാണിക്ക് ഉള്ള വോട്ട് കൂടി പോയതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജില്ലാ കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നണി വിട്ട് നമ്മളെ വഞ്ചിച്ചുകൊണ്ട് ഇടതുപാളയത്തിൽ പോയ ജോസ് കെ മാണിക്ക് അവിടെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ കുറവ് വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജോസ് കെ മാണി വിഭാഗം വന്നതിന് ശേഷം ഉള്ള വോട്ടുകൾ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാറി. കേരള കോൺഗ്രസ് പാർട്ടിയെ പുച്ഛമായിരുന്നു ജോസ് വിഭാഗത്തിന്. നിയുക്ത MP ഫ്രാൻസിസ് ജോർജിന് കൊച്ചിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം വർക്കിംഗ് ചെയർമാൻ PC തോമസ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ് ഫ്രാൻസിസ് ജോർജ്. കോട്ടയം സീറ്റിൽ അവകാശമുന്നയിച്ചിരുന്ന കേരള കോൺഗ്രസ് നേതാവും KM മണിയുടെ മരുമകനുമായ MB ജോസഫും സ്വീകരണ സമ്മേളനത്തിലെത്തി ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയായതാണ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതെന്ന് ആവർത്തിച്ചത് പാർട്ടിയിൽ ഐക്യം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കാനും ശ്രമിക്കുന്നതായിരുന്നു. കോട്ടയത്ത് താനും കണ്ണുവച്ചിരുന്നെന്ന് PC തോമസും തുറന്നു പറഞ്ഞു. ജനം, കൊച്ചി.